ചില അവസരങ്ങളിൽ ദൈവം നമ്മെ കാത്തിരിക്കാൻ അനുവദിക്കാറുണ്ട്. കൂടുതലും ദൈവവിളിക്കായി കാത്തിരിക്കാൻ ദൈവം അനുവദിക്കുന്നു. സന്യാസ ജീവിതം, വിവാഹ ജീവിതം, ഏകസ്ഥ ജീവിതം, ശുശ്രൂഷാ ജീവിതം ഇവയെല്ലാം ദൈവവിളി തന്നെയാണല്ലോ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മളെ ദൈവം പ്രത്യേക ദൈവവിളിയാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമല്ല, പല അവസരങ്ങളിലും കാത്തിരിപ്പിൻ്റെ ഒരു കാലഘട്ടം നമുക്കായി മാറ്റിവെച്ചിട്ടുണ്ടാവാം. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയം നമ്മൾ കാത്തിരിപ്പിനായി ചെലവഴിക്കേണ്ടി വരും. 1 വർഷം, 2 വർഷം, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ. എന്നാൽ ഇവിടെയാണ് കുറച്ച് പ്രയാസം നേരിടുന്നത്. എന്തെന്നാൽ കാത്തിരിപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ പല ബുദ്ധിമുട്ടുകളും പലർക്കും അനുഭവപ്പെടുന്നു. കുറച്ച് സമയം വരെ വെയിറ്റ് ചെയ്യും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാതി പറച്ചിലാവും, പരിഭവം പറച്ചിലാവും. അങ്ങനെ ആ ഒരു കാലഘട്ടം അവസാനിപ്പിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിലേക്ക് തിരിയാറാണ് പലരും ചെയ്യാറ്. ഈ ഒരു അവസരത്തിൽ പ്രലോഭനം നേരിടുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. സത്യത്തിൽ ഈ കാത്തിരിപ്പ് തന്നെ ദൈവിക ദാനമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലായ്പ്പോഴും ഇത് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു, കൂടുതൽ പ്രാർത്ഥിക്കാൻ നമ്മെ ശക്തരാക്കുന്നു. പ്രലോഭനങ്ങൾ നേരിടുമ്പോഴും പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിനെ അതിജീവിക്കാനുള്ള ദൈവകൃപ ലഭിക്കുന്നു. കൂടുതൽ ദൈവസ്നേഹാഗ്നിയാൽ കത്തിജ്വലിക്കുന്നു. ഇപ്രകാരമുള്ള ദൈവിക ദാനങ്ങൾ നിറയുന്ന വേദിയാണ് ഈ കാത്തിരിപ്പ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് മാത്രം. സന്യാസ ജീവിതത്തിലേക്കോ വിവാഹ ജീവിതത്തിലേക്കോ മറ്റു പല പ്രധാനപ്പെട്ട അവസരങ്ങളിലേക്കോ പ്രവേശിക്കുന്ന വ്യക്തിക്ക് തൻ്റെ വിശുദ്ധി പരിശോധിച്ച് കുറെ കൂടി ദൈവസ്നേഹത്താൽ കത്തിപ്പടർന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കത്തക്ക വിധം ആത്മാവിനെ ഒരുക്കാൻ ദൈവം സമയം അനുവദിക്കുന്നതാണ് ഈ കാത്തിരിപ്പ്. ഇതിലൂടെ ദൈവിക പദ്ധതിയിൽ എത്തിച്ചേരാനും വിശുദ്ധി പ്രാപിക്കാനും ഒരാത്മാവിന് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ അവസരത്തെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ്. ഈ അവസരത്തിൽ കുറച്ച് ക്ഷമയോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണെങ്കിൽ കർത്താവിൻ്റെ മഹത്വം നമ്മിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മാധുര്യമുള്ളതായിരിക്കും അത്. ദൈവഹിതം നിറവേറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആത്മാവിനും ഈ അവസരം അവഗണിക്കാതെ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.